വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് കാളികാവ് സ്വദേശി മൂച്ചിക്കൽ അബ്ദുൾ മജീദിന്റെ അനുഭവം. ഒരു സർക്കാർ ജോലിക്കായി പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവെത്തിയത് 18 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ അതിനിടെ അദ്ദേഹത്തിന് വിരമിക്കൽ പ്രായം പിന്നിട്ടിരുന്നു എന്നതാണ് സംഭവത്തിലെ ഏറ്റവും അതിശയകരമായ ഭാഗം. മലപ്പുറം ജില്ലയിലെ കാളികാവ് അഞ്ചച്ചവടി പൂച്ചപ്പൊയിൽ സ്വദേശി മൂച്ചിക്കൽ അബ്ദുൾ മജീദാണ് PSCയുടെ നടപടിയിൽ ദുരിതത്തിലായത്. 2005 കാറ്റഗറി നമ്പർ 229/2005 പ്രകാരം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികയിലേക്ക് അദ്ദേഹം പരീക്ഷ എഴുതി. തുടർന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ ഇടം നേടിയെങ്കിലും നിയമന നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. 3 വർഷത്തെ കാലാവധിയോടെ പ്രവർത്തിച്ച റാങ്ക് ലിസ്റ്റ് 2008 കാലഹരണപ്പെട്ടു. സാധാരണയായി റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞാൽ അതിലുൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളും അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഉദ്യോഗാർത്ഥികളുടെ അഭാവം മൂലം മുൻപ് മാറ്റിവെച്ചിരുന്ന ഒഴിവിലേക്ക് നിയമനം നടത്താനുള്ള നടപടികളാണ് വീണ്ടും ആരംഭിച്ചത്. ഇതിനിടെയാണ് 2026 ഏപ്രിൽ 26 തൃശൂർ PSC ഓഫീസിൽ നിന്ന് അബ്ദുൾ മജീദിന് അപ്രതീക്ഷിതമായി അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നത്. 3 മാസത്തിനകം നിയമന ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശവുമുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഔദ്യോഗിക രേഖകൾ പ്രകാരം അബ്ദുൾ മജീദിന് 60 വയസ്സ് പൂർത്തിയായിരിക്കുകയായിരുന്നു. 2010 തന്നെ നൽകേണ്ട നിയമന ഉത്തരവാണ് 2026 ലഭിച്ചതെന്നാണ് അബ്ദുൾ മജീദിന്റെ ആരോപണം. തസ്തിക വർഷങ്ങളോളം നികത്താതെ വെച്ചതും നടപടികൾ അനാവശ്യമായി വൈകിപ്പിച്ചതുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നാണ് നാട്ടുകാരും പറയുന്നത്. സംഭവത്തിൽ മറ്റൊരു കൗതുകകരമായ കാര്യവും അബ്ദുൾ മജീദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. SSLC ബുക്കിൽ ജനനത്തീയതി 1966 മെയ് 27 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജനനത്തീയതി 1967 മെയ് 27 ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. രേഖയിലെ ഈ പിഴവ് തിരുത്താനായാൽ 1 വർഷമെങ്കിലും ജോലി ചെയ്യാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ. ഇതിനായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുഖേന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് നിവേദനവും നൽകിയിട്ടുണ്ട്. അപ്പോൾ 2005 വന്ന ലിസ്റ്റിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ 18 കൊല്ലത്തിന് ശേഷമാണ് എനിക്ക് അഡ്വൈസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ NC നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അവർ താമസിപ്പിച്ചു എന്നുള്ളതാണ്. മനഃപൂർവ്വം PSC ഇത് താമസിപ്പിച്ച് കൊണ്ടുപോയി ഈ 18 കൊല്ലം കഴിഞ്ഞ് ഈ 2026 ഏപ്രിൽ 24 എനിക്ക് അഡ്വൈസ് അയക്കുന്നത്. എനിക്ക് 26 കയ്യിൽ കിട്ടി. അത്രയും കാലതാമസം എന്തുകൊണ്ട് നേരിട്ടു എന്ന് എനിക്കറിയില്ല. ഇത് PSCക്ക് അത് അവർക്ക് തന്നെ അറിയുള്ളൂ. കാരണം അവർ ഇത്രയും കാലം ഈ നീട്ടിവെച്ച് കൊണ്ടുപോയി നമ്മുടെ ജോലി സാധ്യത നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് ഈ 60 വയസ്സായവർക്ക് ഇനി എനിക്ക് ജോലി കിട്ടാൻ സാധ്യത ഇല്ലല്ലോ. വിഷയത്തിൽ മാനുഷിക പരിഗണന വേണമെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. അബ്ദുൾ മജീദ് മുൻപ് വണ്ടൂരിലെ വനിതാ ഇസ്ലാമിക് കോളേജിൽ അറബിക് അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചിരുന്നു. മറ്റൊരു റാങ്ക് പട്ടികയിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും പ്രൊട്ടക്ഷൻ അധ്യാപകർക്ക് മുൻഗണന നൽകേണ്ടി വന്നതോടെ ആ നിയമനവും നടക്കാതെ പോയി. ജീവിതത്തിന്റെ വലിയൊരു കാലയളവ് സർക്കാർ ജോലി എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരാൾക്ക് ഒടുവിൽ ലഭിച്ചത് നിയമന ഉത്തരവാണെങ്കിലും അതിനൊപ്പം എത്തിയിരിക്കുന്നത് വലിയ നിരാശയാണ്. PSCയുടെ നടപടിക്രമങ്ങളിലെ വീഴ്ചകളും നിയമനങ്ങളിലെ അമിത കാലതാമസവും വീണ്ടും ചർച്ചയാകുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ഈസ്റ്റ് ലൈഫ്, കാളികാവ്. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.